പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു വളർന്ന, തന്നെ സത്യസന്ധൻ എന്ന് ഓമനപ്പേരിട്ട് വിളിച്ച നാട്ടിൽ തനിക്ക് ഒരു പതിറ്റാണ്ട് നേരിട്ട അതികഠിനമായ പീഡനങ്ങൾക്ക് ശേഷം മദീനയിലേക്ക് പലായനം ചെയ്ത് അവിടെയുള്ള ദുർബലരായിരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ഇച്ഛാശക്തിയുള്ള വിശ്വാസദൃഢതയുള്ള ഒരു വിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് 8 വർഷത്തെ അതികഠിനമായ പരിശ്രമത്തിലൂടെ, പോരാട്ടങ്ങളിലൂടെ, പ്രതിരോധങ്ങളിലൂടെ നീതിക്കുമേൽ ഒരു രാഷ്ട്രം പണിതുകൊണ്ട് തന്നെ ആക്രമിച്ച, പീഡിപ്പിച്ച ആ മക്കയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ഇതിനൊരു കാരണമുണ്ട്. ഹുദൈബിയ സന്ധി പ്രകാരം ചില ഗോത്രങ്ങൾ പ്രവാചക പക്ഷത്തും ചിലത് മക്കാ മുശ്രിക്കുകളുടെ പക്ഷത്തുമായിരുന്നല്ലോ. ഈ 2 സഖ്യ ഗ്രൂപ്പുകളിലെ ഏതെങ്കിലും ഒരു ഗോത്രത്തെ ആരാക്രമിച്ചാലും ആ ഘടകത്തിലെ മൊത്തം ഗോത്രങ്ങൾ ഒറ്റക്കെട്ടായി സഹായിക്കണം എന്നത് ആ സന്ധിയുടെ ഒരു വ്യവസ്ഥയായിരുന്നു. അങ്ങനെയാണ് പ്രവാചകൻ്റെ കൂടെയുള്ള കുസായി ഗോത്രത്തെ ഖുറൈശികളുടെ കൂടെയുള്ള ബക്കർ ഗോത്രക്കാർ ആക്രമിക്കുന്നത്. ഈ ആക്രമണം നടന്ന പിറ്റേന്ന് കുസായിക്കാരൻ അംറുബ്നു സാലി മദീനയിൽ വന്നുകൊണ്ട് പ്രവാചകനോട് ആക്രമണത്തെപ്പറ്റിയും കരാർ ലംഘനത്തെപ്പറ്റിയും ചതിയെപ്പറ്റിയും ബോധിപ്പിച്ചു. നിങ്ങളെ ഞാൻ സഹായിക്കുമെന്ന് പ്രവാചകൻ അദ്ദേഹത്തിന് വാക്ക് കൊടുക്കുകയാണ്. അതേസമയം ഇതിന് പ്രവാചകൻ പകരം ചോദിക്കുമെന്ന് മക്കാ ഖുറൈശികൾ ഉറപ്പിച്ചിരുന്നു. അവർ വല്ലാത്തൊരു അങ്കലാപ്പിലായി. അവർ യോഗം ചേർന്ന് അനുരഞ്ജനത്തിന് മക്കക്കാരുടെ നായകൻ അബൂ സുഫിയാനെ മദീനയിലേക്ക് അയച്ചു. പക്ഷേ അദ്ദേഹത്തിന് മുഖം കൊടുക്കാൻ പ്രവാചകൻ തയ്യാറായില്ല. മാന്യമായ ഒരു പരിഗണനയും അദ്ദേഹത്തിന് അവിടെ കിട്ടിയില്ല. കരാർ ലംഘനം അത്ര വലിയ പാതകമാണ്. അബൂ സുഫിയാൻ തൻ്റെ മകളും പ്രവാചക പത്നിയുമായ ഉമ്മു ഹബീബയുടെ വീട്ടിലെത്തിയെങ്കിലും ഒരു സ്വീകരണവും ലഭിച്ചില്ല. പ്രവാചകനോട് സംസാരിക്കാൻ വന്നതാണ് അറിയിച്ചെങ്കിലും പ്രവാചകന് താല്പര്യമില്ലെന്ന് അറിയിച്ചു. പ്രവാചകനോട് സംസാരിക്കാൻ അബൂ സുഫിയാൻ ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു എന്നിവരോട് അവസരം തേടണം എന്ന് അപേക്ഷിച്ചു. അവർ സാധ്യമല്ലെന്ന് അറിയിച്ചു. നിരാശനായി അബൂ സുഫിയാൻ മക്കയിലേക്ക് മടങ്ങുകയാണ്. ഇതേസമയം പ്രവാചകൻ വിശ്വാസികളോട് പോരാട്ടത്തിന് തയ്യാറാവാൻ രഹസ്യമായി ആഹ്വാനം ചെയ്തു. ഖുറൈശികൾക്ക് ഒരു വിവരവും മുൻകൂട്ടി കിട്ടരുത് എന്ന് പ്രവാചകൻ ആഗ്രഹിച്ചിരുന്നു. അതിന് അള്ളാഹുവോട് പ്രവാചകൻ പ്രാർത്ഥിച്ചിരുന്നു. അതീവ രഹസ്യ സ്വഭാവം നിലനിർത്താൻ വേണ്ടി 8 പേരടങ്ങുന്ന ഒരു സംഘത്തെ അബൂ ഖുതാബിൻ റുബായിയുടെ നേതൃത്വത്തിൽ മദീനക്കടുത്തുള്ള ഇളമ് എന്ന് പറയുന്ന താഴ്വരയിലേക്ക് പ്രവാചകൻ പറഞ്ഞയക്കുകയാണ്. ആ ഭാഗത്തേക്കാണ് തങ്ങൾ പുറപ്പെടുന്നത് എന്ന് മറ്റുള്ളവർക്ക് തോന്നാനാണ് പ്രവാചകൻ അങ്ങനെ ചെയ്തത്. അവർ പിന്നീട് മക്കയിലേക്ക് പുറപ്പെടുന്ന പ്രവാചക സംഘത്തോടൊപ്പം ചേരുന്നുണ്ട്. ഇതിനിടയിൽ ഹാത്തിബ് എന്ന് പറയുന്ന ഒരു സ്വഹാബി പ്രവാചകൻ മക്കയെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന വിവരം ഒരു കത്തെഴുതി ഒരു സ്ത്രീയുടെ കൈവശം മക്കയിലേക്ക് കൊടുത്തുവിടുകയാണ്. എന്നാൽ അള്ളാഹു വഹ്യ് മുഖാന്തരം ഈ വിവരം പ്രവാചകൻ അറിയിച്ചു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിൻ്റെയും നേതൃത്വത്തിൽ ഒരു ചെറിയ സംഘത്തെ പ്രവാചകൻ ഇവരുടെ പിന്നാലെ പറഞ്ഞയക്കുകയാണ്. നിങ്ങൾ കാക്ക് തോട്ടം വരെ പോയി അവിടെ ഒരു സ്ത്രീയെ കാണും, അവളിലൊരു എഴുത്തുണ്ട്, അത് വാങ്ങി നശിപ്പിക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞു. അവരവിടെ എത്തി ആ സ്ത്രീയെ കണ്ടു, ആ എഴുത്ത് ആവശ്യപ്പെട്ടു. ആദ്യം അവർ നിരാകരിച്ചെങ്കിലും സ്വഹാബിമാർ തന്നെ എഴുത്ത് നൽകാതെ വിടില്ല എന്ന് തോന്നിയപ്പോൾ അവൾ ആ എഴുത്ത് അവർക്ക് നൽകി. അങ്ങനെ എഴുത്ത് പ്രവാചകൻ വായിച്ചു. എഴുതിയ ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ വിളിച്ചു വരുത്തി. എന്തിനാണ് നീ ഈ പണി ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ മക്കയിലുള്ള തൻ്റെ കുടുംബത്തെ ഖുറൈശികൾ ഇനി ആക്രമിക്കില്ല എന്ന് കരുതി എഴുതിയതാണ് പ്രവാചകരെ എന്ന് സത്യം പറഞ്ഞു. സ്വഹാബത്ത് അദ്ദേഹത്തോട് കോപാകുലരായെങ്കിലും അദ്ദേഹം ബദരീങ്ങളിൽപ്പെട്ട ഒരു സ്വഹാബി ആയതുകൊണ്ട് നാഥൻ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞതിനാൽ അദ്ദേഹത്തിന് അവിടെ മാപ്പ് നൽകപ്പെട്ടു. ഇങ്ങനെ രഹസ്യമായി ഹിജ്റ 8 റമദാൻ 10 പ്രവാചകൻ 10,000-ഓളം വരുന്ന അനുയായികളുമൊത്ത് മക്കയിലേക്ക് നീങ്ങുകയാണ്. പ്രവാചകൻ മക്കയിലേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നത്. അദ്ദേഹവും ഇവരോടൊപ്പം കൂടി മക്കയിലേക്ക് യാത്ര തുടരുകയാണ്. അങ്ങനെ പ്രവാചകൻ മറുദഹ്റാനിൽ എത്തി അവിടെ തമ്പടിച്ചു. അതേസമയം മദീനയിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു പോകുന്ന വഴി അബൂ സുഫിയാൻ രഹസ്യാന്വേഷണം നടത്തിക്കൊണ്ടിരുന്നു. അദ്ദേഹം ഈ സംഘത്തെ കണ്ട് അമ്പരന്നു. അവിടെ വെച്ച് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇടപെടലിൽ അബൂ സുഫിയാൻ ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. അങ്ങനെ റമദാൻ 17 മറുദഹ്റാനിൽ നിന്ന് മക്കയെ ലക്ഷ്യമാക്കി പ്രവാചകനും സംഘവും യാത്ര തുടരുകയാണ്. പ്രവാചകൻ അബൂ സുഫിയാനെ തങ്ങളുടെ സൈനിക ബലം കാണിക്കാൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചിരുന്നു. പല ഗോത്രങ്ങളും പല സംഘങ്ങളും മുഹാജിറുകളും അൻസാറുകളും അങ്ങനെ വ്യത്യസ്ത കൊടികളുമേന്തി ഓരോ ഗോത്രങ്ങളും അതാത് നേതാക്കൾക്ക് കീഴിൽ പല ബറ്റാലിയനുകളിലായി അങ്ങനെ നീങ്ങുകയാണ്. 10,000-ഓളം പേർ.
അൻസാറുകളുടെ കൊടിയേന്തിയ സാദ് ബിൻ ഉബാദ, ഇന്ന് രക്തം ചിന്തുന്ന ദിനമാണ്, കഅബയുടെ വിശുദ്ധി പിച്ചു ചീന്തുന്ന ദിനമാണ്, ഇന്ന് ഖുറൈശികൾ നിന്ദിക്കപ്പെടുന്ന ദിനമാണ് എന്നിങ്ങനെ വിളിച്ചു പറയുന്നത് കേട്ടു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അല്ല, ഇന്ന് കഅബ ആദരിക്കപ്പെടുന്ന ദിനമാണ്, ഖുറൈശികളെയും അള്ളാഹു ആദരിക്കുന്ന ദിനമാണ് എന്ന് തിരുത്തി പറയുകയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു അബൂ സുഫിയാന് പ്രവാചകൻ്റെ സൈനിക ബലം കാണിച്ചു കൊടുത്തു. ഇത് കണ്ട് അന്താളിച്ച അബൂ സുഫിയാൻ അതിവേഗം മക്കയിലേക്ക് കുതിച്ച് അത്യുച്ചത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഖുറൈശികളെ, ഇതാ മുഹമ്മദ് നിങ്ങൾക്ക് നേരിടാനാവാത്ത ഒരു വൻ സൈന്യവുമായി വരുന്നുണ്ട്. അതിനാൽ വല്ലവനും അബൂ സുഫിയാൻ്റെ വീട്ടിൽ അഭയം തേടിയാൽ അവൻ നിർഭയനാണ് എന്ന് പറയുകയാണ്. ഇത് പ്രവാചകൻ അബൂ സുഫിയാനോട് പറയാൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഏൽപ്പിച്ചതായിരുന്നു. ഇത് കേട്ട് ഭാര്യ ഹിന്ദടക്കമുള്ളവർ ആക്രോശിച്ചു, ഭീഷണിപ്പെടുത്തി, അദ്ദേഹത്തെ പരിഹസിച്ചു, അബൂ സുഫിയാനെ വധിക്കാൻ വരെ ആഹ്വാനം ചെയ്തു. പക്ഷെ അബൂ സുഫിയാൻ പറഞ്ഞു, നിങ്ങൾ ചാടിയിറങ്ങി വഞ്ചിതരാവരുത്, ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് സത്യപ്പെടുത്തിയപ്പോൾ അവർ അദ്ദേഹത്തെ വിശ്വസിച്ചു. പ്രവാചകനെയും സംഘത്തെയും കാത്തിരിക്കുകയാണ്.